സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം 13ാം ദിനത്തിലേക്ക്. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരവേദി സന്ദർശിച്ചു. ആശാവർക്കർമാരുടെ സമരത്തിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അതേസമയം പ്രൊഫസർ കെ.വി. തോമസിന് മാസം 5 ലക്ഷം രൂപ വീതം ശമ്പളം കൊടുക്കാൻ കഴിയുമെങ്കിൽ കേരളത്തിലെ ആശാവർക്കർമാർക്കും ന്യായമായ ശമ്പളം കൊടുക്കാൻ കഴിയുമെന്ന് കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരൻ പറഞ്ഞു. സമരവേദി സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 5 ലക്ഷമാണ് കൊടുക്കുന്നത് മാസത്തിൽ. എന്തിനാ കൊടുക്കുന്നത് എന്ന് ഇവരോട് മറുപടി പറയൂ. ഈ നാട്ടിലെ ജനങ്ങളോട് മറുപടി പറയൂ. എന്തിനാ തോമസ് മാഷ്ക്ക് എന്തിന്റെ ശമ്പളമാണ് തോമസ് മാഷ്ക്ക് കൊടുക്കുന്നത് പൈസ? അത് പറയണം. ആ തോമസ് മാഷ്ക്ക് 5 ലക്ഷം കൊടുക്കാൻ ഇവർക്ക് സാധിക്കുമെങ്കിൽ ഈ പാവം ആശാ ജീവനക്കാർക്ക് ഇവർക്ക് ജീവിക്കേണ്ട ഒരു വരുമാനം കൊടുക്കാൻ ഇവർക്ക് ബാധ്യതയില്ലേ? കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടിയത് മാത്രമേ ഇവർ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ കേരള സർക്കാർ കിട്ടുന്നതൊന്നും കൊടുത്തിട്ടില്ലേ? ഇവർ നോക്കുന്നത് ഇവിടുത്തെ നാട്ടിൽ, ഈ നാട്ടിലെ പ്രശ്നമാണ്. ഈ നാട്ടിലെ വീടുകളാണ് കയറി ഇറങ്ങുന്നത്. ഈ നാട്ടിലെ രോഗികളെയാണ് ഇവർ കാണാൻ പോകുന്നത്. അവർ ചെയ്യുന്ന പ്രവർത്തനത്തിന് ഈ സംസ്ഥാനത്തെ സർക്കാർ ശമ്പളം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ആശാവർക്കർമാരോട് സർക്കാരിന് അനുഭാവപൂർണമായ സമീപനമാണുള്ളതെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. കൊല്ലത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആശാവർക്കർമാരായിട്ടുള്ള സഹോദരിമാരോട് ഗവൺമെന്റിന് വളരെ അനുഭാവമായ സമീപനമാണുള്ളത്. അതുകൊണ്ടാണല്ലോ പല സംസ്ഥാനങ്ങളിലും 1000, 1200, 1400 കൊടുക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും ഉയർന്ന തരത്തിലേക്ക് നമ്മൾ അവർക്ക് സ്കീം വർക്കേഴ്സ് എന്ന നിലയിൽ അവരുടെ ആനുകൂല്യം കൊടുക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് പണം കിട്ടാതിരുന്നിട്ടും നമ്മൾ അഡ്വാൻസ് ചെയ്ത് കൊടുക്കുന്നു. അതിന് ബുദ്ധിമുട്ട് വരുന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും തീരെ കുറച്ചാണ് കൊടുക്കുന്നത് നിങ്ങൾക്കറിയാം. പക്ഷെ കേരളത്തിൽ അങ്ങനല്ല. അത് വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്നുള്ള ആവശ്യം സംസ്ഥാനത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ കഴിഞ്ഞ 2 കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടുള്ള ബഡ്ജറ്റിന് മുമ്പായി നടന്ന ചർച്ചയുണ്ട്. പ്രീ ബഡ്ജറ്റ് മീറ്റിംഗ് വിളിക്കാറുണ്ട് കേന്ദ്ര ധനകാര്യമന്ത്രി. ആ 2 മീറ്റിങ്ങിലും കേരളം സ്കീം വർക്കേഴ്സ് അടിസ്ഥാനപരമായി കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികളാണ്. അപ്പോൾ അതിൻ്റെ ശമ്പളമല്ല, അവരുടെ ആനുകൂല്യം വർദ്ധിപ്പിക്കണം, അലവൻസ് വർദ്ധിപ്പിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്.